ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിയ കാലിക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നീറ്റ് MDSന്റെ റിസൾട്ട്സ് വന്നു. ഒരുപാട് സ്റ്റുഡൻസ് നല്ല റാങ്കുകൾ അച്ചീവ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് നീറ്റ് MDS കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നൗ ഇതിൻ്റെ എല്ലാ ഫിസിക്കൽ കോപ്പീസും ഇതിൻ്റെ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് കോളേജിൽ അലോട്ടഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സോ ലാസ്റ്റ് ടൈം ഹർബറി ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീറ്റ് MDSന്റെ അഡ്മിറ്റ് കാർഡാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ആവശ്യമുള്ള കാര്യം. യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ സമയത്ത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ അഡ്മിറ്റ് കാർഡ് ചീന്തി കളയുന്നൊരു പ്രക്രിയയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ നിങ്ങൾക്ക് നീറ്റ് MDSന്റെ അഡ്മിറ്റ് കാർഡ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ നീറ്റ് MDSന്റെ സ്കോർ കാർഡാണ്. സ്കോർ കാർഡ് ആക്ച്വലി റാങ്ക് വന്നതിന് ശേഷം വിത്തിൻ 1 month ആണ് സ്കോർ കാർഡ് എന്താണ് യൂഷ്വലി വരാറ്. അത് നിങ്ങൾക്ക് സൈറ്റ്സിൽ വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൗൺലോഡ് ചെയ്ത് വേണ്ടി വെക്കാൻ വേണ്ടി പറ്റും. സോ ഈ 2 ഡോക്യുമെന്റ്സും ആണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. തേർഡ് ഡോക്യുമെന്റ്സ് ആണ് സീറ്റ് അലോട്ട്മെന്റ് ലെറ്റർ എന്നുള്ള കാര്യം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രകാരം സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലെറ്ററാണ് ഫ്രം നമ്മുടെ സൈറ്റ്സിൽ നിന്ന്. സോ എന്ത് ചെയ്യുക, ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നുള്ളതാണ്. നാലാമത്തെ കാര്യം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ BDS സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഹൗസ് ഏജൻസി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഇന്റേൺഷിപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, BDS ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുക. സോ ഈ 2 ഡോക്യുമെന്റ് നമുക്ക് എന്താ ഉണ്ടാവും, നമുക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നാലാമത്തെ കാര്യം നിങ്ങളുടെ BDS മാർക്ക് ഷീറ്റാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള മാർക്ക് ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ സപ്ലിയുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും, അവരുടെ സപ്ലിമെൻ്ററിയുടെ മാർക്ക് ലിസ്റ്റും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കയ്യിൽ വെക്കണം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നാലാമത്തെ കാര്യം നമ്മുടെ ഇന്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓരോ ഡിഫറെൻറ്റ് കോളേജിൽ നിന്നും നമ്മുടെ CRRI എന്ന് പറയും, കംപ്ലീറ്റ് റോട്ടറി ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇതായി തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഒന്നുമില്ലെങ്കിൽ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെന്റൽ കൗൺസിലിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഡെന്റിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേരുണ്ടാവും, മേ ബി ഡെന്റൽ കൗൺസിൽ ഓഫ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ എടുത്ത് അതും കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. വാലിഡ് ഗവൺമെൻറ് ഇഷ്യൂ ID, ലൈക്ക് നിങ്ങൾ എന്താണോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അഡ്മിഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത വാലിഡ് ഗവൺമെൻറ് ഇഷ്യൂ ID ഏതാണോ അത് നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അതിൽ ഇൻക്ലൂഡിങ് ആധാർ കാർഡ്, പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, പാസ്പോർട്ട് ആവാം. അത് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തത് അതെന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയാനുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ആണ്. അത് നിങ്ങളുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്ത് ഫോട്ടോസ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് ഒരു 8 or 10 അല്ലെങ്കിൽ അത്രത്തോളം കോപ്പീസ് നിങ്ങൾ കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് പല സമയങ്ങളിലും പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സിൻ്റെ ആവശ്യം വരും. ലാസ്റ്റ് ടൈം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒരു 10 കോപ്പി 15 കോപ്പിയൊക്കെ തന്നെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് ഗെയിൻ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കാറ്റഗറി വെക്കുക. SC ST OBC EWC കാറ്റഗറിക്കാർക്ക് എന്ത് ചെയ്യുക, സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് രീതിയിൽ എന്ത് ചെയ്യുക, അതിന് അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും വളരെ റീസെൻ്റ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 6 months വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, PWD സർട്ടിഫിക്കറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളത് മേടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് PWD റിസർവേഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റ്സിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് PWD സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് എന്നുള്ളത്. അവിടെ പോയിട്ട് തന്നെ അത് എന്ത് ചെയ്യുക, അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ ഡോക്യുമെൻസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. അത് നിങ്ങൾ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്ന സമയത്തും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്റ്റ്സ് കിട്ടും. ഒരിക്കലും അത്
ഒഴിവാക്കി കളയരുത്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്, നിങ്ങളിപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് മേ ബി ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യം ഉണ്ടാവും. ഓൾസോ NRI ഡോക്യുമെന്റ്സ്, നിങ്ങളിപ്പോൾ പ്രൈവറ്റിലോ ഡീംഡ് ഒക്കെ NRI സീറ്റ്സ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, NRI സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NRI സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളോട് ഡയറക്റ്റ്ലി NRI റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് റിലേറ്റഡ് ആയി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി DM വഴി നമ്മളോട് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾസോ അഡീഷണൽ ആയിട്ട് വേണ്ട നമ്മൾ കുറച്ച് കാര്യങ്ങളാണ്. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു എക്സ്ട്രാ ഫോട്ടോഗ്രാഫേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കരുതി വെക്കുക എന്നുള്ളതാണ്. ചില സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ കർണാടക പോലത്തെ അല്ലെങ്കിൽ തമിഴ്നാട് പോലത്തെ അല്ലെങ്കിൽ ഹരിയാന പോലത്തെ ചില സ്റ്റേറ്റുകളിൽ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ് അഡീഷണൽ ആയിട്ട് ആവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഡിഫറെൻറ്റ് കോളേജസിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൻ്റെ സൈറ്റ്സിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, എന്താണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ അത് ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ലൈൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കൗൺസിലിംഗ് സ്കെഡ്യൂൾ, എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ വളരെ ആക്റ്റീവ്ലി ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവണം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ്, ഓരോ റൗണ്ടിൽ എങ്ങനെയാണ് കേരള അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളൊരു NEET MDS കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവുക. ലാസ്റ്റ് ടൈം ഹർബറീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രീ ടൈമിൽ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാനുള്ള ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ റെഡി ആവണം. ഡയറക്റ്റ്ലി പോയി അഡ്മിഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും DM വഴി ചോദിക്കാം. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ആവശ്യമുണ്ട്, കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ MDS പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ MDSൻ്റെ റാങ്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ താഴെയുള്ള ചാറ്റ് ബോക്സ് വഴി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക, ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ ഭാഗമാവുക. നിങ്ങളെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ കോളേജ് പ്രിഫറൻസ് ഒക്കെ നോക്കി കൗൺസിലിംഗ് കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, കേരള കൗൺസിലിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.